അയ്യോ കള്ളൻ! എടി മോളെ, ഇത് ഞാനാ. എന്തോന്നാച്ചാ ഇത്? പേടിച്ചു പോയല്ലോ. കൊള്ളാലോ. അല്ല, പപ്പേട്ട പുലികളിക്ക് വല്ലതും പോയായിരുന്നോ? പുലകുളിയോ? പുലിക്കളി. മുഖത്തെ ചായയൊക്കെ കണ്ടിട്ട് ചോദിച്ചാ. ഓ ഇതോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു സാധു മനുഷ്യന്റെ കാറ് വഴിയിൽ കേടായി കിടക്കുന്ന കണ്ടു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം ചെയ്തു, അത്ര തന്നെ. കാറൊക്കെ നന്നാക്കാൻ അറിയാവുന്ന ആളാണോ ഇപ്പോഴും 15 സൈക്കിൾ യാത്ര തന്നെ? അച്ഛനെ പഴയ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറും കൂടിയാ. അളിയ ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി തന്നെ. അളിയനെ പോലെ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരാള് നട റോഡിൽ കിടന്ന് വണ്ടി തള്ളിയതും വർഷാപ്പ് മേശയുടെ റോൾ എടുത്തതും ഒന്നും ശരിയായില്ല. അങ്ങനെ പറയരുത് അളിയ. മഹാത്മാവായ ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? മറ്റുള്ളവരെ സഹായിക്കണമെന്നാ. ഒരു ദിവസം മിനിമം ഒരാളെയെങ്കിലും സഹായിക്കാൻ നമ്മൾ ശീലിക്കണം. പ്രഫുല്ലൻ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? ഇന്നത്തെ കാലത്ത് ആരെ സഹായിച്ചാലും നമുക്ക് തിരിച്ച് 8ന്റെ പണി കിട്ടും അളിയ. അത് തെറ്റാളിയ. പ്രഫുല്ലൻ ഒരാളെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സഹായിച്ചു നോക്ക്. മറ്റൊരു വഴിയിൽ ആ സഹായം നമുക്ക് തിരിച്ചു കിട്ടും. മതി മതി, സുവിശേഷമൊക്കെ പിന്നീടാവാം. ആദ്യം പപ്പേട്ടൻ ചെന്ന് കുളിക്ക്. ഒരു ലോഡ് സോപ്പ് വേണ്ടി വരും അളിയന്. ഇതൊക്കെ കഴുകി പറക്കി എടുക്കാൻ. ചെല്ല് പപ്പേട്ട. നിന്റെ അച്ഛന്റെ ഒരു കാര്യം. ഇതാണ് നമ്മൾ മോഷണം നടത്താൻ പോകുന്ന ഡോക്ടർ വിലാസിനി മേഡത്തിന്റെ വീട്. അളിയ പകല് മോഷ്ടിക്കണം, രാത്രി പോരെ? രാത്രിയേക്കാൾ സൗകര്യം പകലാണ് അളിയ. ഓണക്കാലം ആയതുകൊണ്ട് രാത്രിയിൽ അത്ര സേഫ്റ്റി പോരാ. ഭയങ്കര പോലീസ് പെട്രോളിംഗ് ആണോ? എന്നാലും പട്ടാ പകല്. താൻ ധൈര്യമായിട്ടിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലവാസിയുടെ സഹകരണത്തോട് തന്നെ നമുക്ക് ഈ വീട് കുത്തു തുറക്കാൻ പറ്റും. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ മനസ്സിലാക്കി തരാം. പൂട്ടേതായാലും തീപ്പറ്റിക്കോല് കൊണ്ടുപോലും തുറക്കാൻ ദൈവം എനിക്കൊരു കഴിവ് വന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്തണം. കറക്റ്റ്. നീ വാ. നീ ധൈര്യമായിട്ട് തുറക്ക്. നമ്മുടെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. തുറക്ക്. അടുത്തെത്തിയപ്പോഴേ മുട്ടിടിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിനക്കൊരു പേരുണ്ട്, കൂട്ടുസുഖൂന്ന്. അതില്ലാണ്ടാക്കരുത്. തുറക്ക്. ആരെങ്കിലും വരുന്ന നോക്കാം. അടുത്ത് നോക്കാം. അയ്യേ, നടന്നില്ലേ അത്? എന്തു അളിയത്? 1 മിനിറ്റ് പോലും വേണ്ടല്ലോ സാധാരണ ഒരു പൂട്ട് തുറക്കാൻ. പിന്നെ ഇപ്പൊ എന്തു പറ്റി? സമയം പോകുന്നു. എടാ പെട്ടെന്ന്. ഫോറൻ പൂട്ടാൻ തോന്നലയാ. പറ്റുന്നില്ലല്ലോ. നീ ടെൻഷൻ അടിക്കാതെ നോക്ക്. ആള് വരുന്നോ നോക്ക്. ആരും വരുന്നൊന്നുമില്ല. ആരുമില്ല. തുറന്നോ. എന്തോന്നിട്ടേ സുഖു. കുത്തി പൊളിക്കട അങ്ങോട്ട്. കുത്തി പൊളിക്കും. ഗേറ്റ് തുറന്നിട്ടിട്ടാണ് പോയത്. ഹലോ ഹലോ, ആരേ? അല്ല, ആരിത്? പത്മനാഭ സാറിന്റെ അളിയനല്ലേ? അറിയത്തില്ലേ? നമ്മളെ പത്മനാഭ സാറിന്റെ അളിയൻ. പേരെന്താന്നാ പറഞ്ഞേ? പ്രഫുല്ലൻ. പ്രഫുല്ലൻ. പിന്നെ താക്കോല് വീട്ടിലേൽപ്പിച്ചിട്ടുണ്ടെന്നേ അപ്പച്ചി പറഞ്ഞായിരുന്നു. അവിടെ വന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുമായിട്ട് രാവിലെ ഞങ്ങളിങ്ങ് പോന്നു. പ്രകാശ് മാമനെ, അതായത് ഡോക്ടറിന്റെ ഭർത്താവിന് 2:30ക്കുള്ള ഫ്ലൈറ്റിന് ഷാർജയ്ക്ക് പോകണം. മാമന്റെ പാസ്പോർട്ടും ടിക്കറ്റും ബാഗും എല്ലാം ഇവിടായി പോയി. എടുത്തോണ്ട് വന്ന താക്കോല് മാറിപ്പോയെന്നാ തോന്നുന്നു. അതെ. വീട്ടിൽ പോയി താക്കോൽ എടുത്തോണ്ട് വന്നായിരുന്നു, എളുപ്പമായിരുന്നു. അല്ല, അതിപ്പോ അളിയനും ചേച്ചിയും കൂടെ കടപ്പാക്കടയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒട്ടും സമയമില്ലല്ലോ. എങ്ങനെങ്കിലും തുറന്ന് കേറിയല്ലേ പറ്റൂ. സാറേ. അയ്യോ, സാറിനെ തന്നെ. സാറിനെ തന്നെ. സാറ് കൂടെ ഉണ്ടെങ്കിൽ നടക്കും.
പുറകുവശത്തെ വാതിൽ തുറന്നാ സാധാരണ ഞങ്ങൾ അങ്ങനെ കേറാറില്ല. അതെ എന്തായാലും ഒന്ന് നോക്കാം അല്ലേ? വേണോ? അല്ല, കള്ളന്മാരുടെ പണിയല്ലേ അത്. അല്ലതിപ്പോ അത്യാവശ്യം എന്നല്ലേ പറഞ്ഞു. അത്യാവശ്യം നോക്കാം അല്ലേ സാറേ? വാ വാ എന്നോട് വാ വാ. അതൊക്കെ ബാക്കില് ചിലപ്പോ നല്ല ടൈറ്റ് ആയിട്ട് പൂട്ടി. സാറേ, ജനല് തുറന്ന് കിടപ്പുണ്ട്. അല്ല പൊളിച്ചാലും കുഴപ്പമില്ല. അയ്യേ, അത് നമ്മളല്ലേ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നേ. ഞാൻ മാനേജ് ചെയ്തോളാ. ഒരു വടി കിട്ടിയിരുന്ന് കൊളുത്തിങ്ങനെ ആക്കി എടുക്കാം. വടി ഉണ്ടല്ലോ ഇവിടെ. അതാ 3-4 ഉണ്ട്. ഈ നീളമുള്ള തന്നെ ഇരിക്കട്ടെ. സാറ് വിട്ടോ, സാറ് വിട്ടോ, സാറ് വിട്ടോ. ഓ, പൊക്കം കിട്ടുന്നില്ല. പൊക്കമാണ് പ്രശ്നം കേട്ടാ. ഇച്ചിരി പൊക്കം വേണമെങ്കിലേ ആ കുറ്റി ഇളവും. മാറുന്നു. അതാ ഈ ചെടിച്ചട്ടിയിൽ ഒന്ന് പിടിച്ചോണേ. അത് പിടിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോ പൊക്കമുള്ളവരും കൂടെ കൊണ്ടുവരണ്ടേ? ഞങ്ങളുടെ ടീമിൽ അങ്ങനെയുള്ള ആളില്ല. എന്തുവാ? എന്തുവാ? നീ കുട്ടനാളെ വള്ളം കളിക്ക് പോയി അതെ, അങ്ങനെ കുത്തിയാ കുറ്റി ഇളവില്ല. എന്തോന്നാ അങ്ങനെ സാറേ? അല്ല, അങ്ങനെ കുത്തിയാ കുറ്റി ഇളവില്ല. അത് താഴോട്ട് ഇങ്ങനെ അതെ തന്നെ. അങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ ഇതിലൊക്കെ വലിയ ബോട്ട്. നീ വിടല്ലേ? അച്ഛനാ വാ, സമയം കളയണ്ട, വാ. ശരിയാ. ഇതുപോലെ എത്ര നേരമായിട്ട് ഞങ്ങള് ഫ്രണ്ട് വാതിൽ തുറക്കാൻ കാരണം പാടുപെടുവാന്നറിയാം. ഇപ്പൊ എന്തായിരുന്നല്ലേ കാര്യം നടന്നല്ല. എത്ര മണിക്ക് ഫ്ലൈറ്റ്? 2:30. എന്താ പിന്നെ സമയം താമസിക്കണ്ട. സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇറങ്ങ്. ഓ, ശരി സാറേ. ഞാൻ അവിടെ നിൽക്കാമേ. ഓ, ശരി. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മനുഷ്യന്മാരുണ്ടോ? എന്തൊരു തങ്കപ്പെട്ട ഞാൻ മനുഷ്യൻ. പറഞ്ഞില്ലടാ മുമ്പേ. വാ. എത്തിയാ പെട്ടെന്ന് വാടാ, വാ. എല്ലാം കിട്ടിയല്ലേ? പിന്നെ കൊള്ളാം. എല്ലാം മാമന്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. നന്നായി. എന്നാ പിന്നെ ഞങ്ങൾ നിന്ന് സമയം കളയുന്നില്ല. അതെ, ധൈര്യമായിട്ട് പോയിട്ട് വരൂ. ഞാൻ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ വിളിച്ച് പറയാൻ. അയ്യോ, അത് വേണ്ട, വളരെ ഉപകാരം. ഞങ്ങൾ വിളിച്ചു തരാം. അല്ല, ഇനിയിപ്പോ ഫ്ലൈറ്റിന് എത്ര മണിക്കാണ്? 2:30 ഫ്ലൈറ്റ്. അയ്യോ, നിങ്ങളൊന്ന് താളം ചവിട്ടാതെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ടിക്കറ്റിനകത്തല്ലേ ഇരിക്കുന്നേ. അതെ, അതെ. ചെല്ലു. താങ്ക് യു, വളരെ ഉപകാരം. ആയിക്കോട്ടെ. എന്തൊരു സന്തോഷം അവർക്ക്. അളിയൻ പറഞ്ഞത് ശരിയാണ്. ഒരാളെ സഹായിച്ചപ്പോ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം, അവാച്യമായ അനുഭൂതി. എന്തോ നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്കെന്തോ അപകടം മണക്കുന്നല്ലോ തോന്നുന്നു. അപകടോ? എന്താ അപകടം? അവരെന്നെ കണ്ടപ്പോ ചോദിച്ചതേ അളിയന്റെ പേരാ. എന്റെ പേരോ? ആ, പത്മനാഭ സാറിന്റെ അളിയനല്ലേ എന്ന്. മാത്രമല്ല, താക്കോല് നമ്മളെ ഏൽപ്പിച്ച കാര്യം അവര് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. എന്നാലും വീടിന്റെ താക്കോൽ അവര് നമ്മളെ ഏൽപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. അളിയനല്ലേ അളിയ പറഞ്ഞത് നമ്മള് ഒരു ദിവസം ഒരാളെങ്കിലും സഹായിക്കണമെന്ന്? അല്ല. അല്ലേ? അതെ, ഞാൻ എന്തായാലും മാഡത്തിനെ ഇന്ന് വിളിച്ചു. വിളിച്ചു നോക്ക്. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ അളിയ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അതെ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞ ഈ ഓണക്കാലത്ത് അവന് വെറുതെ ടെൻഷൻ ആക്കാതെ. അതെ, ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരുടെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്ത് തന്നെ ഒരു മഹാ ടെൻഷനുള്ള കാര്യമാ. എടാ, ഈ വന്ന ആശാമാരെ നീ നേരത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അളിയനെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മള് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോയി നോക്കാം. ചെല്ല്. അളിയ, അപ്പഴേ ചുമ്മാ അളിയ, വെറുതെ ചുമ്മാ ആവശ്യമല്ല ഓരോ കാര്യങ്ങൾ പറയാം. എന്താ സാർ? ഓണക്കാലത്ത് വീട് പൂട്ടി നാട്ടിലേക്ക് മറ്റും പോകുമ്പോൾ അതിന്റെ സംരക്ഷണം കൗൺസിലർ ഏറ്റെടുക്കുന്നത് നല്ല കാര്യം തന്നെ. അല്പം മുമ്പ് ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയതിന് 2 പേരെ ഞങ്ങൾ കൈയോടെ പിടികൂടി. പോലീസ് അളിയ, പോലീസ് അവിടെ എന്തിനാന്തോ. നമസ്കാരം. കൗൺസിലറുടെ അനുജന അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തെന്നാ ആ പെരുങ്കള്ളന്മാര് പറഞ്ഞത്. അവര് കള്ളന്മാരായിരുന്ന സാറേ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. വീട്ടിൽ വെച്ച ക്യാമറ വഴി വിവരം അവരുടെ മൊബൈലിൽ അറിയാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഡോക്ടറും കുടുംബവും വ്യക്തമായി അറിഞ്ഞു. ഒരു അന്വേഷണ ബുദ്ധിയില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ നാറരുത്. ഏതായാലും
പ്രഫുല്ലൻ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ എന്തിനാ വരണ സ്റ്റേഷനില്? അവൻ വന്നോളൂ സാർ. ഓ ഓ വരാം. ആ, ശരി. അളിയൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അളിയ ഓ നമുക്കാരെയും സഹായിക്കാം, പക്ഷേ ആ സഹായത്തിന് അയാൾ അർഹനാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. SI പറഞ്ഞ പോലെ എല്ലാത്തിനും വേണം ഒരു അന്വേഷണ ബുദ്ധി. കേട്ടോടോ നീ? ആ നിന്നോട് കൂടിയാ പറഞ്ഞത്. ശരി പപ്പേട്ട.